സായി മോഹൻ അന്നക്ഷേത്രാലയം ബീഡ്. സായിബാബയുടെ കാൽപാദത്താൽ പവിത്രമായ മണ്ണിലുള്ള മോഹൻജിയുടെ സ്വപ്ന പദ്ധതി. ഓം സായി നാഥായ നമഃ. ശ്രീ സായി സച്ചരിതത്തിൻ്റെ 32-ാമത്തെ അധ്യായത്തിൽ ബാബ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ബാബയുടെ കുട്ടിക്കാലത്തെ ഒരു കഥയാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഭക്ഷണം അന്വേഷിച്ച് ബീഡ്ഗോമിൽ ചെന്നു. അവിടെ എനിക്കൊരു തുന്നൽ പണി കിട്ടി. ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്തു. മുതലാളിക്ക് എന്നിൽ സന്തോഷമായി. എൻ്റെ മുൻപേ 3 കുട്ടികൾ അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്നു. ഒരുത്തിന് 50 രൂപയും രണ്ടാമത്തവന് 100 രൂപയും മൂന്നാമത്തവന് 150 രൂപയും ശമ്പളമായിരുന്നു. എനിക്ക് ഇതെല്ലാം ചേർന്നതിൻ്റെ ഇരട്ടിയായ 600 രൂപയും കിട്ടി. എൻ്റെ പ്രവൃത്തിയിലുള്ള സാമർഥ്യം കണ്ട് മുതലാളി എന്നെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതിന് പുറമെ ഉടുപ്പും തലക്കെട്ടും ഷർട്ടും തന്നെ ആദരിക്കുകയും ചെയ്തു. ഞാൻ ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ വച്ചു. മനുഷ്യൻ തന്നത് അപൂർണവും അസ്ഥിരവുമാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ സർക്കാർ, അതായത് ദൈവം തരുന്നത് കാലാകാലം നിലനിൽക്കും. മറ്റാരിൽ നിന്നുമുള്ള സമ്മാനവും അതിന് തുല്യമല്ല. എൻ്റെ സർക്കാർ എടുത്തോ എന്ന് പറയുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് തരിക എന്ന് യാചിക്കുന്നു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആരും മെനക്കിടുന്നില്ല. എൻ്റെ സർക്കാരിൻ്റെ ഖജാന നിറഞ്ഞു വഴിയുകയാണ്. ഞാൻ പറയുകയാണ്, ഈ ധനം കോരി വണ്ടിക്കണക്കിന് കൊണ്ടുപോകിൻ. അമ്മ പെറ്റ മക്കളെല്ലാം ഈ ധനം കൊണ്ട് തന്നെ താൻ നിറഞ്ഞിരിക്കണമെന്ന്. എൻ്റെ ഫക്കീറിൻ്റെ ചാതുര്യം, എൻ്റെ ഭഗവാന്റെ ലീല, എൻ്റെ സർക്കാരിൻ്റെ പ്രീതി, അത് ഒന്ന് പ്രത്യേകം തന്നെയാണ്. ഞാനോ ശരീരം മണ്ണിലും ശ്വാസം വായുവിലും ലയിക്കുന്നു. ഈ അവസരം ഇനിയുണ്ടാകില്ല. ഞാൻ എവിടെയോ പോകുന്നു, എവിടെയോ ഇരിക്കുന്നു. മായ എന്നെ വല്ലാതെ അലട്ടുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ ആൾക്കാരെപ്പറ്റി വ്യാകുലപ്പെടുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. ഞാനീ പറയുന്ന വാക്കുകൾ സ്മരിക്കുന്നവർക്ക് അമൂല്യമായ ആനന്ദം കൈവരും. ഇത് 32-ാം അധ്യായത്തിൽ ബാബ ബീഡിൽ പോയി ജോലി ചെയ്ത ഒരു കാര്യത്തിനോടൊപ്പം പറയുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം അവർക്ക് കിട്ടുമെന്ന്. അമൂല്യമായ ആ ഒരു ഫലം, മോക്ഷം എല്ലാവർക്കും കൊടുക്കുവാനാണ് ബാബ വന്നത്. ഇതിൽ ഈ ബീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് മോഹൻജി സായി അന്നക്ഷേത്രം ഉയർന്നിട്ടുണ്ട്. അവിടെ അത് മഹാരാഷ്ട്രയിലാണ്. അവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം നൽകുവാനായിട്ട് ദിവസവും അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സായി അന്നക്ഷേത്രത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ആമുഖമായിട്ടാണ് സായി സച്ചരിതത്തിലെ ഈ ഒരു അധ്യായം, അതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ വായിച്ചത്. ബാബയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണ് ബീഡ്. അവിടെയാണ് സായി മോഹൻ അന്നക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത്. സായി മോഹൻ അന്നക്ഷേത്രാലയം സായിബാബയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ബീഡിലുള്ള മോഹൻജിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇത്. മുൻപ് പറഞ്ഞതുപോലെ സായിബാബ തൻ്റെ ചെറുപ്പകാലത്ത് ജോലി അന്വേഷിച്ച് ഇവിടെ വരികയും തുന്നൽ പണിയിലുള്ള തൻ്റെ സാമർഥ്യം കൊണ്ട് തൻ്റെ മുതലാളിയുടെ മനസ്സിൽ സ്ഥാനം നേടുകയും അദ്ദേഹത്തിൻ്റെ ബഹുമതിക്ക് പാത്രമാവുകയും ചെയ്തിട്ടുണ്ട്. ബീഡ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് താണ്ട്ല. അറിയപ്പെടുന്ന ആധ്യാത്മിക ഗുരുവായ ദിഗംബർ മഹാരാജിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് താണ്ട്ല. അദ്ദേഹം 1990-ൽ സമാധി സ്വീകരിച്ചു. 2013 ജൂണിൽ പ്രതിഷ്ഠ നടത്തിയ ഒരു സായിബാബ ക്ഷേത്രം കൂടി ഈ ഒരു ചെറിയ ഗ്രാമത്തിലുണ്ട്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വളരെ പാവപ്പെട്ട ജനങ്ങളടങ്ങിയ 90 കുടുംബങ്ങൾ മാത്രമേ ഈ ഒരു ഗ്രാമത്തിലുള്ളൂ. 2022 ഡിസംബർ 17 മോഹൻജിയുടെ ദിവ്യമായ സാന്നിധ്യം ഈ ഗ്രാമത്തിൽ ഉണ്ടായി. ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങൾക്ക് അന്നദാനം നടത്തണമെന്നുള്ളത് മോഹൻജി അന്ന് തീരുമാനിക്കുകയായിരുന്നു. 2023 ജാനുവരി 1 അന്നദാൻ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം സായിബാബ ക്ഷേത്രത്തിൽ നടന്നു. അന്നു മുതൽ എല്ലാ ദിവസവും 100ഓളം പേർക്ക് ക്ഷേത്രത്തിൽ വച്ച് അന്നദാനം നൽകി പോരുന്നു. അന്നു മുതൽ അന്നദാനം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുണ്യഭൂമിയിലെ അന്നദാനം മുന്നോട്ട് കൊണ്ടുപോകാനായി അമുഖ്യർ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. സായി ബീഡ് അന്നക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ അന്നദാനത്തിൻ്റെ തുക 2000 രൂപയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അന്നദാനം കൊടുക്കണമെന്ന്, 10ഓ 20ഓ പേർക്ക് അന്നദാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള തുക അയക്കാവുന്നതാണ്. നമ്മുടെ ഓരോ ചെറിയ സേവയും
ഈ ഒരു അന്നദാന പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി സഹായിക്കുന്നതാണ്. മോഹൻജി പറയുന്നത് പോലെ ഈ ലോകത്തെ കുറച്ചുകൂടി നല്ല ഒരു വാസസ്ഥലമാക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് അതിന് സാധിക്കും.